നമസ്കാരം, ഞാൻ ആരതി ഗൈക്വാർ. ക്രൈം എഫ്ഐആറുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരൂ, ഈ കഥയുടെ മുഴുവൻ സത്യങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം. വണ്ടി ഒന്ന് നിർത്താമോ? ഒരു സെൽഫി എടുത്താലോ നമുക്ക്? ഇത് നോക്ക്, ഞാൻ എന്റെ ഫ്രണ്ട്സുകളോട് കൂടി ബിസി ആയിരിക്കുക. അതെ അതെ, ബൈ. ഭക്ഷണം കഴിക്കാൻ എവിടെങ്കിലും ഒന്ന് നിർത്തണേ. ശരി, എന്നാ കഴിക്കാൻ വേണ്ടി നിർത്തട്ടെ. What a place, yeah. So cool. എനിക്ക് നല്ല വിശപ്പാ. നിനക്ക് വിശക്കുന്നില്ലേ? റിയലി? ഏയ് സ്വപ്ന, ഇവിടെ വാ. ഇത്രയും ഇവിടെ മതിയോ? വാന്നേ, വാ. ഒരു കോക്കും കൂടെ എടുക്ക്. കണ്ട ചെറുതാണല്ലേ, പക്ഷെ തടിച്ചിട്ടാ. അതെ 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 അതെ. അല്ലല്ല, ഞാൻ നുണ പറഞ്ഞല്ല, ശരിക്കും ഇവൻ തടിച്ചിട്ട് തന്നെയാ ഉള്ളത്. 3 മാസം. ഒരു വാട്ടർമെലൺ ജ്യൂസ്. പനീർ പുലാവ് കഴിച്ചാലോ? തവാ പുലാവ് ഞാൻ കഴിക്കാം. ഇവന്റെ കൂടെ ഷെയർ ചെയ്തോളാം. ആ അതെ, ശരി. 1 തവാ പുലാവ് പ്ലീസ്. വണ്ടി നിനക്കോ? 1 2 ഞാൻ ഒരു ജ്യൂസ് മാത്രമേ എടുത്തുള്ളൂ. എന്നാ 2 അല്ലേ? ശരി. 2 തന്നെ. ഒരു സാൻഡ്വിച്ച്, ഒരു വാട്ടർമെലൺ ജ്യൂസ്. നൈസ് പ്ലേസ്. ഓ, വളരെ നന്നായിട്ടുണ്ടല്ലോ. ഓ ഗൈസ്, എനിക്ക് നല്ല അതെ, വിശപ്പാ. നല്ല വിശപ്പുണ്ട്. ഇവനെ സ്ഥിരം പെടാറുള്ളതല്ലേ? ഞാനും പല പ്രാവശ്യം പെട്ടുപോയിട്ടുണ്ട്. ഞാനൊരിക്കലും ഇവളില്ലാണ്ടിരിക്കാറില്ല. ഞാൻ നിങ്ങളെ രണ്ടാളും തമ്മിൽ പിരിച്ചാലോ? ഞങ്ങളെ ആർക്കും പിരിക്കാൻ പറ്റില്ല. യാ. ഏയ്, നീ അവനാണോ? ഓ. നിന്നെ ഇവളെ ഭിക്ഷക്കാരനെന്ന് പറയുന്നു. ആരാത്? ഏയ്, നിന്റെ ആളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എന്ത് ഭംഗിയാ. ഇവൾക്ക് ഇതൊന്നും കണ്ടാ പിടിക്കില്ല. സാരമില്ല, എനിക്ക് ഇവന് മതി. പിന്നെ എനിക്കെന്താ അസൂയ എന്നെ നിനക്ക് നിന്നെ കണ്ടാ? അസൂയുണ്ടോ? നിങ്ങൾക്ക് അസൂയല്ലേ ഉള്ളത് എല്ലാവർക്കും? ഞാനെന്തിനാ നിന്നെ ഞാൻ കണ്ടാ എന്തിനാ അസൂയ? കളിക്കണം? എനിക്ക് എന്റെ എന്റെ ഡാർലിംഗ് darling ഉണ്ടല്ലോ. എന്റെ അടുത്തുള്ളത്. നിങ്ങൾ നിങ്ങളുടെ ബേബികളെ ഇഷ്ടത്തിന് മാറ്റുന്നുണ്ടല്ലോ, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം പറ, നിന്റെ ഗേൾഫ്രണ്ട് എന്താ വരാത്തത്? ജോലിക്ക് പുറത്തു പോയേക്കാ. ഓ. ഫോണിൽ ചെയ്തൂടെ? ക്യാഷ് എടുക്ക്, ക്യാഷ് എടുക്ക്. ബണ്ടി ദാ കൊടുക്ക്. വണ്ടി എടുത്തല്ലോ. ബണ്ടി വേഗം കൊടുക്ക്. ദാ വണ്ടി നിന്റെ കൊടുത്തേക്ക്. വാലറ്റ് എടുത്ത് നോക്കൂ, വാലറ്റ്. എന്നാ പിടിക്ക. താങ്ക് യു. എടാ എല്ലാരും വേഗം വാ. ഏതാ എടുക്കണ്ടേ? നീ എന്താ കഴിക്കുന്നേ പറ. ചോക്ലേറ്റ്, ചിപ്സ്, ലോലിപോപ്പ്. എന്ത് ഇത് വേണം? കഴിക്കുന്നോ? അതെ, എനിക്കൊന്നും ഇവിടെ വേണ്ട. നോക്ക്, ചോക്ലേറ്റ് വേണമെന്നേ. ചിപ്സ്. ദേ. ചിപ്സ്, ലോലിപോപ്പ് ഉണ്ടോ? ലോലിപോപ്പ്. ഞാൻ എടുക്കുക. ലോലിപോപ്പ് ഒന്ന് താ. നിനക്ക് വേണ്ടി ഇതാ ലോലിപോപ്പ്. ഏയ്, ഞാനൊരു ജെല്ലിമിഠായി ലോലിപോപ്പ് എടുക്കുന്നേ. വാങ്ങിത്തരാൻ ആളില്ലാത്ത സമയത്ത് എനിക്ക് നിനക്ക് നല്ല എന്റെ വില ഇഷ്ടായത്. മനസ്സിലാവൂ. നീ എപ്പോഴും സിംഗിൾ ആയിട്ട് തന്നെ ഇരിക്കേ സ്വപ്ന. ബണ്ടി, നീ എന്തെങ്കിലും ഞാൻ എടുത്തോ? എടുത്തല്ലോ സോൻ പപ്പടി. കൂടെ നീ ആരെയും കൂട്ടിയിട്ട് വന്നിട്ടില്ല, പിന്നെ നീ എങ്ങനെ സോമപ്പടി കഴിക്കും? ഞാനല്ലേ നിങ്ങളെല്ലാം കൊണ്ടുവന്നത്. എല്ലാരെയും കൊണ്ടുവന്നു, എല്ലാവർക്കും ആഹാരം മേടിച്ചു തരുന്നു. സോമ്പപ്പടി വാങ്ങി എന്ത് ഇതെടുത്ത് ചെയ്യാനാ? എടുത്താലോ? സാധനങ്ങൾ വേഗം എടുക്ക്, റിസോർട്ടിലേക്ക് പോകാൻ ലേറ്റ് ഹാപ്പി ആവുന്നു. ആയില്ലേ? അപ്പൊ ഫുൾ ബോക്സ് അങ്ങ് എടുത്താലോ? താങ്ക് യു. എത്ര നല്ലവനായിട്ടിരിക്കുന്ന നോക്ക്, എല്ലാം എനിക്ക് തന്നിട്ടുണ്ട്. എത്രയായി? 635. 635. ഇറ്റ്സ് ഓക്കെ. ഡൺ. പോയാലോ? എന്നാ വരൂ, പോവാം. നമുക്ക് പോവാം. വാ വാ ആ, വാ വാ. വേഗം പോവാം. നടക്ക് ഗൈസ്. ഓക്കെ, വേഗം, പോയിട്ട് വേഗം വരാം. വാ. ബൈ ബൈ.
ഫൈനലി. അല്ല എന്താ ഇത്? വാവ്. വാവ്. വേഗം വേഗം വാ, നമുക്കൊരു സെൽഫി എടുക്കാം. വരൂ. ആ ഷുവർ. ഇവിടെ നോക്കൂ. ഒന്ന് വേഗം വാടേ. വരൂ. എത്ര സെൽഫി എടുക്കും? ചേട്ടാ ഒരു സെൽഫി എടുക്കാം. എന്തോ നാടേ ഇത്? വേഗം വാ. സെൽഫിയോട് സെൽഫി. എന്തോ ഇത്? ആ ഏയ് അങ്ങോട്ട് നോക്ക്. വാവ്, എന്ത് ഇവിടെ നമുക്ക് രസാല്ലേ കാണാൻ? ഒത്തിരി ഫോട്ടോ എടുക്കാനുള്ള സ്ഥലം ഉണ്ടല്ലോ. അങ്കിൾ, ഞങ്ങളുടെ ബാഗ് വണ്ടിയിലുണ്ട്. ഒന്ന് മേലെ കൊണ്ടുവന്ന് തന്നേക്കണേ. നിങ്ങൾ പോയിക്കോ. ഓക്കേ, ഞാൻ അങ്കിൾ. കൊണ്ടുവന്ന് ഓക്കേ, വെച്ചേക്കാം. ഓക്കേ. ആ, കൊണ്ടുവന്ന് വെച്ചേക്കാം. നന്നായിട്ടുണ്ടല്ലോ. ദേ നോക്കിയേ. നീ പറഞ്ഞ ശരിയാ. ഈ സ്ഥലം അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ശരിക്കും വ്യൂ ആണല്ലേ. സ്ഥലം കൊള്ളാല്ലേ? ഭംഗിയല്ലേ ഇവിടെ ഇത് കാണാൻ? വായിട്ടുണ്ട്. ഒന്നും നോക്കണ്ട, എന്ത് വളരെ രസമാണ് ഇവിടെ നന്നായിട്ടുണ്ട്. കാണാൻ. വാവ്. ശരിക്കും ഇത് സ്വർഗ്ഗം ഭംഗി. തന്നെയാ. കൂളിംഗ് ആയിട്ടുണ്ടല്ലേ? ആ ശരി ശരി വാ വാ പോവാം. വാ പോവാം. സ്വപ്ന, ഓടേ. ദേ കാട്ടിലെ സുന്ദരി. ഒന്ന് വെയിറ്റ് ചെയ്യൂ. സ്വപ്ന നിന്റെ ഫോട്ടോ സെഷൻ ഒന്ന് നിർത്തുന്നുണ്ടോ? ഉം, നീ ശരി ഒന്ന് വന്നേ. പോകാം. നമ്മുടെ റിലേഷൻഷിപ്പിനൊക്കെ ആദ്യം കുറച്ച് കുറച്ച് സമയം റെസ്റ്റ് കൊടുക്ക. എടുക്കാം. പിന്നെ നീ എവിടെയാച്ചാ പോയി ഫോട്ടോ എന്ത് വേണമെങ്കിലും ചെയ്യും. ഇന്ന് നമുക്ക് ആഘോഷത്തിന്റെ അടിച്ച് ദിവസമാണ്. പൊളിക്കാം, വാ. Come on. ഷിംലയിലുള്ള മല പോലെയുണ്ട്. ആ സ്ഥലം അടിപൊളിയല്ലേ? അതെ, ഞാൻ ശരിക്കും എക്സൈറ്റഡാ. എന്ത് ഭംഗിയല്ലേ കാണാൻ. സെൽഫി ഓ, തുടങ്ങിയല്ലേ. വീണ്ടും ആരംഭിച്ചോ ഫോട്ടോ സെഷൻ? ആ നന്നായിട്ടുണ്ട്. ഏ സ്വപ്ന, അവനെയും കൂട്ടിട്ട് വാ സ്വപ്ന, പെട്ടെന്ന്. നീ വേഗം അവനെയും കൂട്ടിയിട്ട് മേലെ വാ. ഇപ്പൊ സ്വപ്ന അത്രേ ഉള്ളൂ. സ്വപ്നയുടെ സ്വപ്നം സഫലമാകാൻ പോകുന്നു. വാ 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 വാ. സ്വപ്ന ഒന്ന് വാ. വന്നേ. ആ പ്ലീസ് ഒരെണ്ണം കൂടി. എത്ര ഫോട്ടോ നീ എടുത്തു കൂട്ടുന്നേ? ഉം. ഇരുട്ട് നിന്ന് ഇത്രയും ഫോട്ടോ വേണോ? പിന്നെ ഞങ്ങൾ എടുക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, അത്രേ ശരി ഉള്ളൂ. ശരി നിൽക്ക് ഓ, നിൽക്ക്. വരാം. അകത്ത് പോകുന്നതിന് മുമ്പ് ഒരു സെൽഫി കൂടി. ലാസ്റ്റ്. ഓക്കേ, ഒരെണ്ണം. ഓക്കേ. കുറച്ചൊന്ന് കുനിഞ്ഞു നിൽക്കൂ. ചിരിക്കൂ. Come on guys. ഓ, എന്തു വലിയ ബംഗ്ലാവല്ലേ. എല്ലാ എങ്ങനെയുണ്ട്? കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ടല്ലേ. എങ്ങനെയുണ്ട് വീട്? വളരെ നന്നായിട്ടുണ്ട്. കിടിലല്ലേ? വാവ്, വൈൻ. വാവ് ബണ്ടി, ഈ സ്ഥലം കൊള്ളാലോ. വൈനൊക്കെ ഉണ്ടല്ലോ. ഇരിക്ക്. താങ്ക് യു. ശിവ. താങ്ക് യു. വെൽക്കം. വെരി നൈസ് യാർ. ഓ മൈ ഗോഡ്. ഇരിക്ക്. സൂപ്പർ. ഏയ് ആരെങ്കിലും പോയി ആ മ്യൂസിക് സിസ്റ്റം Music ഓൺ system. ചെയ്യണേ. ഹീസ് റൈറ്റ്. ഞാൻ മ്യൂസിക് ഇടാൻ പോവാണേ. Cheers, guys. Cheers. Yay. Cheers. Yeah. Yes. Wow. ഏയ് വിട് പ്ലീസ്. വിട്.
ഉറക്കം വരുന്നു. നമുക്ക് കിടന്നാലോ? നല്ല എല്ലാരും ക്ഷീണം തോന്നുന്നു. എഴുന്നേൽക്കൂ. ആ, വാ, നീ എവിടേക്ക് വേഗം പോവാ? പോകാം. ഒത്തിരി രാത്രി ആയല്ലോ. വരൂ, അങ്ങനെ തന്നെ. വാ പോകാം. കിടന്ന് ഉറങ്ങാം എല്ലാവർക്കും. നമ്മൾ വന്നു. ആ വന്നു, പോയി കിടന്ന് ഉറങ്ങ. ഉറങ്ങാമോ? കിടക്ക്. അവള് ക്യാബിൽ നിന്ന് ഇറങ്ങുമ്പോ എന്തു ഭംഗിയായിരുന്നു അറിയോ കാണാൻ. അവിടെ ഫോട്ടോഷൂട്ട് ചെയ്യായിരുന്നു വേണമെങ്കിൽ. ആക്ച്വലി ആ സീനറി എത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നല്ലേ. പിന്നെ മൗണ്ടൻസ് വാലി, Yeah. അത് നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. എക്സാക്ട്ലി. അത് സീരിയസ് ആയിട്ട് നന്നായിരുന്നു അല്ലേ? ബണ്ടി, എടാ ബണ്ടി, നിങ്ങൾ എല്ലാരും ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യാ? അവിടെ സ്വപ്നയെ കാണുന്നില്ല. ബണ്ടി, പിന്നെ സപ്ന, പിന്നെ അവരുടെ കൂട്ടുകാരും. ഇവരെല്ലാം ആ രാത്രിയില് പിക്നിക് പോകേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അതും അറിയാത്തൊരു സ്ഥലത്തേക്ക്. പക്ഷെ ആ രാത്രി ഇരുട്ടത്ത് സപ്ന എവിടേക്ക് പോയി? സപ്ന തന്റെ ഫ്രണ്ട്സിനോട് തമാശ കളിക്കുകയായിരുന്നോ, അല്ലെങ്കിൽ സത്യത്തിൽ സപ്നയെ ആരെങ്കിലും വേട്ടയാടുകയായിരുന്നോ? അവളുടെ ഫോണിലേക്ക് റിങ്ങും പോകുന്നില്ല. ശരിയാണോ? ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്, എനിക്കറിയാം. ഡ്യൂഡ്, അവള് ചിലപ്പോ ഫോട്ടോ സെഷനിൽ ഇരിക്കായിരിക്കും. പോയി നോക്ക്. അവളുടെ ഫോൺ സ്വിച്ച് ഓഫാ. സ്വപ്നയെ നിനക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? പിന്നെ ഇല്ലാതിരിക്കോ, അവന്റെ ആളല്ലേ. വെറുതെ ഇരുന്ന് തമാശ പറയാതെ ഇറങ്ങി തേടുന്ന വഴി നോക്ക്. കഴിക്കുന്നൊന്ന് നിർത്ത്. വെറുതെ എന്തിനാ എന്റെ മുഖത്ത് തുറച്ചു നോക്കുന്നേ? വാ, പോയി തേടാം നമുക്ക്. ശരിക്കും അവളെ കാണാല്ലേ? എന്നാ പോ, നിങ്ങൾ പോയി അങ്ങോട്ട് തേടാം നോക്ക്, നമുക്ക്. ഞാൻ മുകളിൽ നോക്കാം. ഞാൻ അവിടെ ഞാൻ നോക്കാം. അങ്ങോട്ട് പോവാം. സ്വപ്ന, ഇവളിത് എവിടെ പോയി കിടക്ക? സ്വപ്ന, സപ്ന, 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 സപ്ന. അവള് കാട്ടിനകത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? അവിടെയൊന്നും അങ്ങനെ പോവില്ല. പക്ഷെ എല്ലാ സ്ഥലത്തും നോക്കിയല്ലോ, റൂമിലും നോക്കിയതാ. ഹാ, ഞാനും എല്ലാ മുറിയിലും നോക്കി, പക്ഷെ അവിടെ ഒന്നും കണ്ടില്ല. ആ വാച്ച്മാൻ പറഞ്ഞായിരുന്നു രാത്രികാലങ്ങളിൽ പ്രേതശല്യം ഉണ്ടെന്ന്. കമോൺ ഡ്യൂഡ്, അവളെ പോയി അന്വേഷിക്കേ. ഇല്ലെങ്കിൽ നമുക്ക് പോയി പോലീസ് സ്റ്റേഷനിലെങ്കിലും പരാതി കൊടുക്കാം. ഇത് ശരിയായ ഐഡിയ. ആ, വാ, അതെ. നമുക്ക് പോലീസ് ആ, സ്റ്റേഷനിലേക്ക് പോവാം. അതെ. കമോൺ ഗൈസ്, ലേറ്റ് വൈകിട്ട് ചെയ്യണ്ട. വാ. വാ, വേഗം പെട്ടെന്ന് വാ, പോവാം. വാ പോകാം. വാ വാ, വേഗം വാ. വാ, നമുക്ക് പോവാം. നീ ശരിക്കും എല്ലാ റൂമും ചെക്ക് ചെയ്തല്ലോ അല്ലേ? ആ, വാ, ചെയ്തു നമുക്ക് ചെയ്തു. ചെയ്തെന്നല്ലേ പറഞ്ഞേ? വാച്ച്മാനോടൊന്ന് ചോദിക്കാം. അമ്മാവ, ഞങ്ങക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകണമെന്ന് ഗേറ്റ് തുറക്ക. എന്ത് പോലീസ് സ്റ്റേഷൻ? എന്തിന്? ഞങ്ങളുടെ കൂടെ വന്നൊരു ഫ്രണ്ടിനെ അതെ അതെ, കാണുന്നില്ല. കാണാനില്ല. ഇല്ല, നിങ്ങളെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിടത്തില്ല. അതെന്താ? ഇല്ല, നിങ്ങൾ തിരിച്ചു പോ. എന്താ അത്? മുതലാളി പറഞ്ഞിട്ടുണ്ട് പുറത്താരെയും വിടാൻ പാടില്ലെന്ന്. അങ്കിൾ പറഞ്ഞത് കേക്ക്, ഞങ്ങളുടെ ഫ്രണ്ടിനെ കാണാനില്ല. അപ്പൊ പോലീസ് പക്ഷേ വരും. എങ്ങനെ? ഇത് വാ, നമുക്ക് പോവാം. നിങ്ങൾ പോയി എല്ലാവരും ഫോൺ ചെയ്യാം. ഉള്ളിലേക്ക് പോ. അമ്മാവ, നിങ്ങൾ ഇത് നിങ്ങൾ എന്തായി എന്തൊക്കെ പറയുന്നത്? പറഞ്ഞാൽ ഞാൻ പുറത്ത് നീ ഫോൺ വിടത്തില്ല. ചെയ്യേ, പോലീസിനെ വിളിക്ക്. വാ, നമുക്ക് ഹലോ, ഒന്നും കൂടി പോലീസ് ചെക്ക് സ്റ്റേഷൻ ചെയ്യാം. അല്ലേ? ഒന്ന് വേഗം വരൂ, ഒന്ന് എന്റെ പെട്ടെന്ന് ഫ്രണ്ടിനെ വരാൻ കാണുന്നില്ല. പറയ്. എന്തായാലും നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം. ആ, പോയി തേടാം. വാ. ഇറ്റ്സ് ഓക്കെ. എന്ത് ചെയ്യാനാ? കരയില്ല ബോബി. കരയാതിരിക്കടിയാ, അവള് വരും. സീരിയസ്ലി. എന്നാലും അവൾ എവിടേക്കാ പോയിട്ടുണ്ടാവാ? നീ ടെൻഷൻ ആവാതിരിക്കുക, അവള് വരും.
നീ വിഷമിക്കാതിരിക്കുക, അവള് വരും, തീർച്ചയായിട്ടും വരും. അവസാനം കിടക്കാൻ പോവാണെന്ന് പറഞ്ഞു, അതിനുശേഷം ഒന്നും അറിയില്ല. സാർ, എനിക്ക് ആ വാച്ച്മാനെ കണ്ടിട്ട് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. കോൺസ്റ്റബിൾ, വാച്ച്മാനെ ആ ശരി സാർ. അമ്മാവന്ന് വന്നേ, സാറ് വിളിക്കാം. വരൂ. അത് തന്നെയാണല്ലോ ഇവിടുത്തെ പ്രശ്നം. അയ്യോ, പോലീസ് വന്നെന്ന് തോന്നുന്നു. വരൂ ഇൻസ്പെക്ടർ സാർ, വരൂ. ഇവിടെ ബോബി ആരാ? ആരാ ബോബി? സാർ ഞാനാ ബോബി. എന്നിട്ട് ഇവരെല്ലാം എന്റെ ഫ്രണ്ട്സും. ഭൂഷൺ, മിനി, അത് ബണ്ടി. എന്റെ ഗേൾ ഫ്രണ്ട് സ്വപ്നെ എത്ര തേടിയിട്ടും കിട്ടുന്നില്ല സാർ. അവൾ എവിടെയൊക്കെ തേടാൻ പറ്റുമോ എല്ലായിടത്തും ഞങ്ങൾ തേടി നോക്കി. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ടിനെ ഇന്നലെ മുതൽ കാണുന്നില്ല അല്ലേ? നിങ്ങൾ 5 ദിവസം യാത്ര ചെയ്തു വന്നല്ലേ? കോൺസ്റ്റബിൾ, എന്തോ പ്രശ്നമുണ്ട്. നിങ്ങൾ പോയി വീടിന് എല്ലാ സൈഡും നന്നായി ചെക്ക് ചെയ്യണം. ശരിക്കും നോക്കണം. ശരി സാർ, പോയി ചെക്ക് ശരി, നീ ചെയ്യാം. അകത്ത് പോയി നോക്ക്. ശരി, പറ. സ്വപ്നയോട് ആർക്കായിരുന്നു പ്രണയം ഉണ്ടായിരുന്നത്? ബോബി, ബണ്ടി, അല്ല ഭൂഷണോ? സാർ സ്വപ്ന എന്റെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു. ഞാൻ അവളെ സ്നേഹിച്ചു. ഇൻഫാക്ട് ഞാൻ ഇപ്പോഴും സ്നേഹിക്കുക അവളെ. സർ, സപ്ന എന്റെ ഫ്രണ്ടാണ് സർ. സാർ, എനിക്കും വേറെ ബന്ധമൊന്നുമില്ല സപ്നയുമായിട്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. സാർ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല. അങ്ങനെയാണെങ്കിൽ എന്തോ പ്രശ്നമുണ്ടെന്നല്ലേ അർത്ഥം? ഏയ്, ഇവിടെ വാ. ഇതിൽ നിനക്കും എന്തോ കൈയുണ്ടെന്ന് എനിക്കറിയാം. എന്താ സംഭവിച്ചെന്ന് പറ. അയ്യോ സാറേ, എനിക്കൊന്നും അറിയില്ല സാറേ. അറിയില്ല സാറേ. സാറേ, പറ, എന്താ സംഭവിച്ചേ? ഇവനാ എനിക്ക് കുറച്ച് പൈസ തന്നത്. ആരോടൊന്നും പറയരുതെന്ന് പറഞ്ഞ് കുറച്ച് പൈസ തന്നു. നിക്കടാ, നിക്കടാ അവിടെ. ഞാൻ ആരാ നിനക്ക് കാണിച്ചു തരാടാ? പാട്ടി, പറടാ. പറ. സാർ, എന്നോട് ക്ഷമിക്കണം സാർ. അറിയാതെ പറ്റിപ്പോയതാണ് സാർ. ഞാനാണ് ഇതെല്ലാം ചെയ്തത്. ഞാനാണ് ഈ പിക്നിക് പ്ലാൻ ചെയ്തിട്ട് ഇവരെല്ലാവരും ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ ബോബിയും സപ്നയും പരസ്പരം കാണുന്ന സമയത്ത് എന്റെ നെഞ്ചിനകത്ത് ശിങ്കാരിമേളമാണ് സാർ നടന്നുകൊണ്ടിരുന്നത്. സാർ, എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു സാർ.
എടീ നായേ, നിന്നെ ഞാൻ എത്ര സ്നേഹിച്ച് എത്ര ആഗ്രഹിച്ച്, എന്നിട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കും കിട്ടാൻ പാടില്ല. അങ്ങനെ ഞാൻ അവളെ പീഡിപ്പിച്ചു പോയി സാർ. അവളെ കൊന്നു കളഞ്ഞു സാർ. കള്ളത്തെണ്ടി. ഇത് ചെയ്തത് തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല സാർ. പാട്ടി, നീ ചെയ്ത കുറ്റമാണോ എന്ന് ഇപ്പൊ തെളിയും. സ്റ്റേഷനിൽ പോയതിന്റെ കൈയും കാലും തല്ലി പഠിക്കുമ്പോൾ നീ താനേ പറയും. ജീവിതകാലം മൊത്തം ജയിലിലായിരിക്കും. സാർ ഇവനെ വെറുതെ വിട്ടുപോരുത്. നിന്നെ എത്ര നല്ലവനാന്ന് വിചാരിച്ച്, എത്ര നല്ല സുഹൃത്താണെന്ന് കരുതി, പക്ഷെ നീ ഇത്രയും വൃത്തികെട്ടവനാണോ? ബണ്ടി, നീ ചെയ്തത് ഒട്ടും ശരിയായില്ല. അവൾ എത്രമാത്രം നിന്നെ വിശ്വസിച്ചിരുന്നു. എന്നാലും ഇത്രയ്ക്ക് വൃത്തികെട്ടവനാണല്ലോ. സാർ ഇവനെ വെറുതെ വിടരുത്. സാർ എന്നോട് ക്ഷമിക്കണം സാർ. കോൺസ്റ്റബിൾ, സാർ, ഞാൻ മേലെ റൂമിൽ പോയി നോക്കിയപ്പോ സാധനങ്ങളൊക്കെ ചെതറിക്കിടക്കുക. നടക്കടാ. ക്ഷമിക്കണം സാർ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. ക്ഷമിക്കണം സാർ. നിർത്ത് നിന്റെ അഭിനയമൊക്കെ. ഇനി ബാക്കി അഭിനയം ജയിലിൽ പോയി ആകാം. നടക്കടാ മോനെ. ക്ഷമിക്കണം സാർ. ജയിൽ കാത്തിരിക്കുക. നടക്കടാ. സാർ എന്നോട് ക്ഷമിക്കുക സാർ. എന്നോട് ക്ഷമിക്കുക സാർ. പിടിക്ക്. എന്നെ അറസ്റ്റ് ചെയ്യല്ലേ സാർ. എന്നോട് ക്ഷമിക്കുക സാർ. എണീക്കടാ. കൊണ്ടുപോലെ സാർ. എന്നെ കൊണ്ടുപോലെ സാർ. ഓടാ. സാർ സാർ കൊണ്ടുപോലെ സാർ. സാർ അവസാനം നമ്മൾ എല്ലാവരും പേടിച്ചപ്പോൾ തന്നെ നടന്നു. സപ്ന കൊല ചെയ്യപ്പെട്ടു. അവളുടെ കൊലപാതകത്തിന് പിന്നിൽ മറ്റാരും തന്നെയല്ല, അവളുടെ കൂട്ടുകാരൻ ബണ്ടി തന്നെയാണ്. ബണ്ടി അവളോടുള്ള സ്നേഹം അവൾ അറിയാതെ മനസ്സിൽ വളർത്തുകയായിരുന്നു. അതുകൊണ്ടാണ് ഒരു മനസാക്ഷി പോലും ഇല്ലാതെ സപ്നയെ ബലാത്കാരം ചെയ്ത് അവളെ കൊന്നത്. എന്നാൽ ബണ്ടിയുടെ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ മനസാക്ഷി പോലും ഇല്ലാതെ അവളിങ്ങനെ കൊന്നുകളയില്ലായിരുന്നു. ഇതോടുകൂടി ഈ ആരതി ഗൈവാർക്ക് നിങ്ങളിൽ നിന്നും വിടവാങ്ങുന്നു. അടുത്തത് ഇതേപോലെ ഒരു കഥയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അതുവരെയും ക്ഷമയോടെ കാത്തിരിക്കൂ. ബി അലേർട്ട്. ജയ് ഹിന്ദ്.